നമസ്കാരം. വൈകുണ്ഠ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാതകം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നന്നാകുമോ? ജാതകം മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മോശമാവും എന്നാണ് ചോദ്യം. ജാതകം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ കൂടുതലായിട്ട് നമ്മളുടെ തേടി വരും. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഗംഭീരമായിട്ട് മാറും. ജാതകം മോശമായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന അവസരങ്ങളെ തേടി പോകേണ്ടി വരും. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പൊ കുറെ ആൾക്കാരുടെ ജീവിതത്തില് ജാതകം എത്രത്തോളം നന്നായിട്ടും അവരുടെ ജീവിതം നന്നാവുന്നില്ല. ചിലവരുടെ ജാതകത്തിലാവുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ജാതകം മോശമായിട്ടും അവർ വളരെ നല്ല ഉന്നത സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോ അതിൽ വലിയ കാര്യമില്ല. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ അവസരങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ ഈ പറയുന്ന സൂക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ജാതകവും പ്രശ്നമൊക്കെ തന്നെയാണ്. അത് നമുക്ക് മുൻകൂട്ടി കുറച്ചുകൂടി നല്ല രീതിയിൽ പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ദോഷങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ, ജയിൽവാസം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ജാതകം. അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ്, അത് വേണ്ട രീതിയിലുള്ള ആ സമയങ്ങളിൽ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെ കുറെ അധികം പ്രതിവിധികളോ അല്ലെങ്കിൽ അമ്പല ദർശനങ്ങളോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു ദർശനം കിട്ടും എന്ന് പറയും, അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നത്. ഇപ്പോ നമ്മള് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ശ്രീരാമന്റെ ജാതകം എന്നൊക്കെ പറയും. എല്ലായ്പ്പോഴും ഉദാഹരണം പറയുന്നതാണ്. കാരണം പഞ്ചമഹാപുരുഷ എല്ലാ യോഗവും ആൾക്കുണ്ട്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ആള് അനുഭവിക്കാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. കാരണം ഗംഭീരമായിട്ടുള്ള മോശപ്പെട്ട അവസ്ഥകളിലേക്ക് ഈ ശ്രീരാമൻ കടന്നു പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ആളിപ്പോ ചെന്നാലും രാജാവ് തന്നെയാണ്. ആളെ പോലെ ഇത്രയും നല്ല, അല്ലെങ്കിൽ ആ ഭഗവാനെ പോലെ ഇത്രയും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ വേറെ ഉണ്ടായിട്ടില്ല. അച്ഛനായാലും സഹോദരങ്ങളായാലും ഈ പറയുന്ന പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായാലും നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ജാതകമല്ല അവിടെ കൂടുതലായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രക്രിയ. ജാതകത്തിന് അതിന് നമ്മൾ കൂട്ടി യോജിച്ചിട്ട് കൊണ്ടുപോകണം. അത് ഈ പറയുന്ന രീതിയിൽ ജാതകം വെച്ച് നോക്കി എപ്പോഴാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ വേണ്ട രീതിയിൽ അറിയണം. ഇനി അതാ സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഈ പരിഹാരങ്ങളിലൂടെ നമുക്ക് ചെയ്ത് തീർത്ത് മാറ്റം വരുത്തണം. എല്ലാവർക്കും ഈ പറയുന്ന അവസ്ഥകളുണ്ടെന്ന്. ഈ പറയുന്ന ജാതകമല്ല പ്രധാനം, നമ്മളുടെ ഡിസിഷനാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്.